എല്ലാ കൂട്ടുകാർക്കും സ്മാർട്ട് ക്ലാസ് PSCയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരളത്തിലെ നവോത്ഥാന നായകന്മാരെ കുറിച്ചുള്ള ഒരു സീരീസാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മളുടെ 14ാമത്തെ ക്ലാസ് ആണ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് AK ഗോപാലനെ പറ്റിയും മക്തി തങ്ങളെ പറ്റിയുമാണ്. ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് പ്രയോജനകരമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് AK ഗോപാലനെ കുറിച്ചിട്ടാണ്. AK ഗോപാലൻ്റെ കാലഘട്ടം 1904 മുതൽ 1977 വരെ. AK ഗോപാലൻ്റെ കാലഘട്ടം 1904 മുതൽ 1977 വരെ. AK ഗോപാലൻ ജനിച്ചത് 1904 ഒക്ടോബർ 1. അപ്പോൾ AK ഗോപാലൻ ജനിച്ചതെന്നാണ് 1904 ഒക്ടോബർ 1. AK ഗോപാലൻ ജനിച്ച സ്ഥലം കണ്ണൂരിലെ മാവില. AK ഗോപാലൻ ജനിച്ച സ്ഥലം കണ്ണൂരിലെ മാവില. കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? AK ഗോപാലനാണ്. കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് AK ഗോപാലൻ. AK ഗോപാലൻ്റെ ആത്മകഥ എൻ്റെ ജീവിതകഥ. ഒരുപാട് ആവർത്തിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. AK ഗോപാലൻ്റെ ആത്മകഥ എന്താണ്? എൻ്റെ ജീവിതകഥ. AK ഗോപാലൻ്റെ ആത്മകഥയാണ് എൻ്റെ ജീവിതകഥ. AKG INCയിൽ അംഗമായ വർഷം 1927. AKG INCയിൽ അംഗമായ വർഷം 1927. പാവങ്ങളുടെ പടത്തലവൻ എന്നറിയപ്പെട്ട നേതാവാണ് AK ഗോപാലൻ. എന്താണ്? പാവങ്ങളുടെ പടത്തലവൻ. പാവങ്ങളുടെ പടത്തലവൻ എന്നറിയപ്പെട്ട നവോത്ഥാന നായകനാണ് AK ഗോപാലൻ. ഇന്ത്യൻ കോഫി ഹൗസിൻ്റെ സ്ഥാപകനാണ് AK ഗോപാലൻ. എന്തിൻ്റെ സ്ഥാപകനാണ്? ഇന്ത്യൻ കോഫി ഹൗസിൻ്റെ സ്ഥാപകനാണ് AK ഗോപാലൻ. AKG ആദ്യത്തെ ഇന്ത്യൻ കോഫി ഹൗസ് സ്ഥാപിച്ചത് തൃശ്ശൂരിലാണ്. വർഷം എന്നാണ്? 1958 തൃശ്ശൂരിലാണ് AKG ആദ്യത്തെ ഇന്ത്യൻ കോഫി ഹൗസ് സ്ഥാപിച്ചത്. അപ്പോൾ ആദ്യത്തെ ഇന്ത്യൻ കോഫി ഹൗസ് സ്ഥാപിച്ചത് എവിടെയാണ്? തൃശ്ശൂരാണ്. ആരാണ് സ്ഥാപിച്ചത്? അത് AK ഗോപാലനാണ്. ഗുരുവായൂർ സത്യാഗ്രഹത്തോടനുബന്ധിച്ച് കണ്ണൂരിൽ നിന്നും ക്ഷേത്ര സത്യാഗ്രഹ ജാഥ നടത്തിയത് AK ഗോപാലൻ. ഗുരുവായൂർ സത്യാഗ്രഹത്തോടനുബന്ധിച്ച് കണ്ണൂരിൽ നിന്നും ക്ഷേത്ര സത്യാഗ്രഹ ജാഥ നടത്തിയ നവോത്ഥാന നായകനാണ് AK ഗോപാലൻ. കോഴിക്കോട് നിന്ന് തിരുവിതാംകൂറിലേക്ക് മലബാർ ജാഥ നയിച്ചത് AK ഗോപാലനാണ്. എന്താണ്? കോഴിക്കോട് നിന്ന് തിരുവിതാംകൂറിലേക്ക് മലബാർ ജാഥ. മലബാർ ജാഥ നയിച്ചത് ആരാണ്? AK ഗോപാലനാണ്. എവിടെ നിന്ന് എങ്ങോട്ടേക്കാണ്? കോഴിക്കോട് നിന്ന് തിരുവിതാംകൂറിലേക്ക് മലബാർ ജാഥ നയിച്ച നവോത്ഥാന നായകനാണ് AK ഗോപാലൻ. 1960 കാസർഗോഡ് നിന്നും തിരുവനന്തപുരം വരെ കാൽനട ജാഥ നയിച്ചത് AK ഗോപാലനാണ്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? 1960 കാസർഗോഡ് നിന്നും തിരുവനന്തപുരം വരെ കാൽനട ജാഥ നടത്തിയ നവോത്ഥാന നായകനാണ് AK ഗോപാലൻ. 1935 തിരുവണ്ണൂർ കോട്ടൺ മിൽ സമരത്തിന് നേതൃത്വം നൽകിയത് AK ഗോപാലനാണ്. എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? 1935 തിരുവണ്ണൂർ കോട്ടൺ മിൽ സമരത്തിന് നേതൃത്വം നൽകിയ നവോത്ഥാന നായകനാണ് AK ഗോപാലൻ. AK ഗോപാലൻ ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ ആദരിക്കപ്പെട്ട വർഷം 1990. AK ഗോപാലൻ ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ ആദരിക്കപ്പെട്ട വർഷം എന്നാണ്? 1990. ഇന്ത്യയിൽ കരുതൽ തടങ്കൽ നിയമപ്രകാരം അറസ്റ്റിലായ ആദ്യ വ്യക്തിയാണ് AK ഗോപാലൻ. ഇന്ത്യയിൽ കരുതൽ തടങ്കൽ നിയമപ്രകാരം അറസ്റ്റിലായ ആദ്യ വ്യക്തിയാണ് AK ഗോപാലൻ. AK ഗോപാലൻ്റെ ജീവിതത്തെ ആസ്പദമാക്കി നിർമ്മിച്ച സിനിമയാണ് AKG അതിജീവനത്തിൻ്റെ കനൽ വഴികൾ. എന്താണ്? AK ഗോപാലൻ്റെ ജീവിതത്തെ ആസ്പദമാക്കി നിർമ്മിച്ച സിനിമയാണ് AKG അതിജീവനത്തിൻ്റെ കനൽ വഴികൾ. ഇതിൻ്റെ സംവിധായകൻ ആരാണ്? ഷാജി N കരുൺ.
ഇതിൻ്റെ സംവിധായകൻ ആരാണ്? ഷാജി എൻ കരുൺ. AKG അന്തരിച്ചത് 1977 മാർച്ച് 22. AKG അന്തരിച്ചത് എന്നാണ്? 1977 മാർച്ച് 22. AKG ദിനമായി ആചരിക്കുന്നത് മാർച്ച് 22 AKG ദിനമായി ആചരിക്കുന്നത് മാർച്ച് 22 മാർച്ച് 22 വേറൊരു പ്രത്യേകത കൂടിയുണ്ടല്ലേ? എപ്പോഴും PSC ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസറാണ് മാർച്ച് 22. എന്താണ്? ലോക ജലദിനമാണ്. ജലദിനമാണ് മാർച്ച് 22. ലോക്സഭയിലെ ആദ്യ പ്രതിപക്ഷ നേതാവാണ് AK ഗോപാലൻ. ലോക്സഭയിലെ ആദ്യ പ്രതിപക്ഷ നേതാവാണ് AK ഗോപാലൻ. ലോക്സഭയിലെ ആദ്യത്തെ ഔദ്യോഗിക പ്രതിപക്ഷ നേതാവാണ് രാം സഭക് സിംഗ്. അപ്പോൾ ലോക്സഭയിലെ ആദ്യ പ്രതിപക്ഷ നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ അത് AK ഗോപാലനാണ് എങ്കിൽ ലോക്സഭയിലെ ആദ്യത്തെ ഔദ്യോഗിക പ്രതിപക്ഷ നേതാവ് ആരാണ്? അത് രാം സുഭക് സിംഗ് ആണ്. ലോക്സഭയിൽ ഔദ്യോഗിക പ്രതിപക്ഷ നേതാവായ ഏക മലയാളി CM സ്റ്റീഫൻ. ലോക്സഭയിൽ ഔദ്യോഗിക പ്രതിപക്ഷ നേതാവായ ഏക മലയാളിയാണ് CM സ്റ്റീഫൻ. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ AK ഗോപാലനാണ്. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരാണ്? അത് AK ഗോപാലനാണ്. കണ്ണൂരിൽ നിന്നും മദ്രാസിലേക്ക് പട്ടിണി ജാഥ നയിച്ച നേതാവാണ് AK ഗോപാലൻ. ഒരുപാട് ആവർത്തിച്ച ക്വസ്റ്റ്യൻ ആണ്. കണ്ണൂരിൽ നിന്നും മദ്രാസിലേക്ക് പട്ടിണി ജാഥ നയിച്ച നവോത്ഥാന നായകനാണ് AK ഗോപാലൻ. വർഷമെന്നാണ്? 1936. പട്ടിണി ജാഥ നയിച്ച വർഷമെന്നാണ്? 1936. ഇനി നമ്മൾക്ക് AK ഗോപാലന്റെ പ്രധാനപ്പെട്ട കൃതികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഞാനൊരു പുതിയ ലോകം കണ്ടു, എൻ്റെ പൂർവകാല സ്മരണകൾ, കൊടുങ്കാറ്റിൻ്റെ മാറ്റൊലി, മണ്ണിനു വേണ്ടി, ഹരിജനം, എൻ്റെ ഡയറി. അപ്പോൾ AK ഗോപാലന്റെ പ്രധാനപ്പെട്ട കൃതികൾ ഏതൊക്കെയാണ്? ഞാനൊരു പുതിയ ലോകം കണ്ടു, എൻ്റെ പൂർവകാല സ്മരണകൾ, കൊടുങ്കാറ്റിൻ്റെ മാറ്റൊലി, മണ്ണിനു വേണ്ടി, ഹരിജനം, എൻ്റെ ഡയറി. AKG സെന്റർ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? തിരുവനന്തപുരത്താണ്. AKG സെന്റർ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ് എങ്കിൽ AKG ഭവൻ എവിടെയാണ്? അത് ന്യൂഡൽഹിയിലാണ്. AKG സെന്റർ തിരുവനന്തപുരത്താണെങ്കിൽ AKG ഭവൻ ന്യൂഡൽഹിയിലാണ്. AKGയുടെ പ്രതിമ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? അത് കണ്ണൂരാണ്. AKGയുടെ പ്രതിമ സ്ഥിതി ചെയ്യുന്നത് കണ്ണൂരാണ്. അടുത്ത നമ്മൾ നോക്കാൻ പോകുന്ന നവോത്ഥാന നായകനാണ് മക്തി തങ്ങൾ. മക്തി തങ്ങളുടെ കാലഘട്ടം 1847 മുതൽ 1912 വരെയാണ്. മക്തി തങ്ങളുടെ കാലഘട്ടം 1847 മുതൽ 1912 വരെയാണ്. മക്തി തങ്ങളുടെ ജന്മസ്ഥലം മലപ്പുറം ജില്ലയിലെ വെളിയങ്കോട്. മക്തി തങ്ങളുടെ ജന്മസ്ഥലം മലപ്പുറം ജില്ലയിലെ വെളിയങ്കോട്. ഇദ്ദേഹത്തിൻ്റെ മുഴുവൻ പേരാണ്, അല്ലെങ്കിൽ മക്തി തങ്ങളുടെ മുഴുവൻ പേരാണ് സയ്യിദ് സനാവുള്ള മക്തി തങ്ങൾ. മക്തി തങ്ങളുടെ പൂർണ്ണനാമം എന്താണ്? സയ്യിദ് സനാവുള്ള മക്തി തങ്ങൾ. മുസ്ലിം വിഭാഗത്തിൻ്റെ നവീകരണത്തിന് ശരിയായ രീതിയിലുള്ള വിദ്യാഭ്യാസമാണ് മാർഗമെന്ന് പറഞ്ഞത് മക്തി തങ്ങളാണ്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? മുസ്ലിം വിഭാഗത്തിൻ്റെ നവീകരണത്തിന് ശരിയായ രീതിയിലുള്ള വിദ്യാഭ്യാസമാണ് മാർഗമെന്ന് പറഞ്ഞ നവോത്ഥാന നായകനാണ് മക്തി തങ്ങൾ. മുഹമ്മദീയ സഭ സ്ഥാപിച്ചത് മക്തി തങ്ങളാണ് എന്നാണ് 1899. അപ്പോൾ മുഹമ്മദീയ സഭയുടെ സ്ഥാപകൻ ആരാണ്? മക്തി തങ്ങളാണ്. എന്നാണ് സ്ഥാപിച്ചത്? 1899. മലയാളത്തിൽ പുസ്തകമെഴുതിയ ആദ്യ മുസ്ലിമാണ് മക്തി തങ്ങൾ. മലയാളത്തിൽ പുസ്തകമെഴുതിയ ആദ്യ മുസ്ലിമാണ് മക്തി തങ്ങൾ. മക്തി തങ്ങൾ രചിച്ച ആദ്യ കൃതി കടോര കൂടാരം. മക്തി തങ്ങൾ രചിച്ച ആദ്യ കൃതിയാണ് കടോര കൂടാരം. എന്നാണ് 1884. മക്തി തങ്ങൾ രചിച്ച ആദ്യ കൃതിയാണ് കടോര കൂടാരം.
മക്തി തങ്ങൾ ആരംഭിച്ച സായാഹ്ന പത്രമാണ് തുർക്കി സമാചാരം. എന്നാണ് ആരംഭിച്ചത്? 1909. മക്തി തങ്ങൾ ആരംഭിച്ച സായാഹ്ന പത്രമാണ് തുർക്കി സമാചാരം. മക്തി തങ്ങൾ ആരംഭിച്ച സായാഹ്ന പത്രമാണ് തുർക്കി സമാചാരം. വർഷം എന്നാണ്? 1909. സ്ത്രീ പുരുഷ സമത്വം, സ്ത്രീ സ്വാതന്ത്ര്യം, സ്ത്രീ വിദ്യാഭ്യാസം എന്നിവയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന മക്തി തങ്ങളുടെ കൃതിയാണ് നാരി നിരാഭിചാരി. നാരി നിരാഭിചാരി. എന്താണ്? സ്ത്രീ പുരുഷ സമത്വം, സ്ത്രീ സ്വാതന്ത്ര്യം, സ്ത്രീ വിദ്യാഭ്യാസം എന്നിവയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന മക്തി തങ്ങളുടെ കൃതിയാണ് നാരി നിരാഭിചാരി. മക്തി തങ്ങൾ പ്രസിദ്ധീകരിച്ച മാസികകളാണ് പരോപകാരി, സത്യപ്രകാശം. മക്തി തങ്ങൾ പ്രസിദ്ധീകരിച്ച മാസികകളാണ് പരോപകാരി, സത്യപ്രകാശം. മക്തി തങ്ങൾ അന്തരിച്ചത് 1912. മക്തി തങ്ങൾ അന്തരിച്ചത് 1912. മക്തി തങ്ങളുടെ അന്ത്യവിശ്രമ സ്ഥലം കൊച്ചിയിലെ കാൽവാത്തി ജുമാ മസ്ജിദിലാണ്. മക്തി തങ്ങളുടെ അന്ത്യവിശ്രമ സ്ഥലം എവിടെയാണ്? കൊച്ചിയിലെ കാൽവാത്തി ജുമാ മസ്ജിദിലാണ്. മക്തി തങ്ങളുടെ പ്രധാനപ്പെട്ട കൃതികളാണ് മുസ്ലിം ജനവും വിദ്യാഭ്യാസവും, പരോപദ്രവ പരിഹാരി, ഒരു വിവാദം. അപ്പോൾ മക്തി തങ്ങളുടെ പ്രധാനപ്പെട്ട കൃതികൾ ഏതൊക്കെയാണ്? മുസ്ലിം ജനവും വിദ്യാഭ്യാസവും, പരോപദ്രവ പരിഹാരി, ഒരു വിവാദം. താങ്ക് യു.